ഒമാനിലെ സൂർ ഇന്ത്യൻ സ്കൂൾ ഭരണസമിതി അംഗങ്ങൾ രാജിവെച്ചു. പ്രസിഡന്റും കൺവീനറും അടക്കം 5 അംഗങ്ങളാണ് രാജിവെച്ചത്. സ്കൂൾ നടത്തിപ്പിലെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടി ഇവർക്കെതിരെ ഇന്ത്യൻ സ്കൂൾ ഡയറക്ടർ ബോർഡ് നടപടിയെടുക്കാനിരിക്കെയാണ് രാജി. സൂർ ഇന്ത്യൻ സ്കൂളിലെ വിവാദമായ യൂണിഫോം പരിഷ്കാരം, ഫീസ് വർധന എന്നിവയ്ക്ക് തുടർച്ചയായാണ് ഇപ്പോൾ ഭരണസമിതി അംഗങ്ങളുടെ രാജി. പ്രസിഡന്റ് ലജി മാത്യു, കൺവീനർ ശിവകുമാർ, ട്രഷറർ ഹെത്തൽ പി അഷർ, അംഗങ്ങളായ ഡോക്ടർ പുനീത്, മാത്യു കുര്യൻ എന്നിവരാണ് രാജിവെച്ചത്. ഇവരുടെ രാജിക്കത്ത് ലഭിച്ചതായി ഇന്ത്യൻ സ്കൂൾസ് ഡയറക്ടർ ബോർഡ് ചെയർമാൻ സ്ഥിരീകരിച്ചു. എന്നാൽ രാജിവെക്കാനുള്ള സാഹചര്യം വ്യക്തമാക്കാൻ അദ്ദേഹം തയ്യാറായില്ല. അതേസമയം കഴിഞ്ഞ മാസം 29-ന് ചേർന്ന BOD യോഗം സൂർ ഇന്ത്യൻ സ്കൂൾ ഭരണസമിതി അംഗങ്ങൾക്കെതിരെ നടപടിയെടുക്കാൻ തീരുമാനിച്ചതായാണ് സൂചന. ചട്ടം ലംഘിച്ച് അക്കാദമിക വർഷത്തിനിടയിൽ സ്കൂൾ ഭരണസമിതി ഫീസ് വർദ്ധിപ്പിച്ചതും ഏകപക്ഷീയമായി സ്കൂളിലെ യൂണിഫോം ചുരിദാറിന് പകരം പിനോഫോമാക്കാൻ തീരുമാനിച്ചതും നേരത്തെ BOD മരവിപ്പിച്ചിരുന്നു. പിന്നീട് രക്ഷിതാക്കൾക്കിടയിൽ BOD നടത്തിയ അഭിപ്രായ സർവേയിൽ 3-ൽ 2 രക്ഷിതാക്കളും യൂണിഫോം മാറ്റത്തെ എതിർത്തു. ഭരണസമിതിയും രക്ഷിതാക്കളും തമ്മിലെ ബന്ധം അനുദിനം മോശമായ സാഹചര്യത്തിലാണ് ഇവർക്കെതിരെ നടപടി തീരുമാനിച്ചത്. എന്നാൽ നടപടിക്ക് മുമ്പേ 5 ഭരണസമിതി അംഗങ്ങൾ രാജിവെക്കുകയായിരുന്നു. മീഡിയ 1 സൂർ. സ്ഥിരമായി മരുന്ന് കഴിക്കേണ്ടി വരുന്ന രോഗികൾക്ക് ഒമാനിൽ ഒരു സന്തോഷ വാർത്ത. ഇന്നു മുതൽ 1400-ലധികം മരുന്നുകളുടെ വില ആരോഗ്യ മന്ത്രാലയം വെട്ടിക്കുറച്ചു. 5 മുതൽ 60% വരെയാണ് പല മരുന്നുകൾക്കും വില കുറഞ്ഞത്. GCC തലത്തിൽ മരുന്ന് വില ഏകീകരിക്കുന്നതിന്റെ ഭാഗമായാണ് ഒമാൻ ആരോഗ്യ മന്ത്രാലയം മരുന്ന് വില കുറയ്ക്കാൻ നിർദ്ദേശം നൽകിയത്. ഇതനുസരിച്ച് ഒക്ടോബർ 1 മുതൽ 1400-ലധികം മരുന്നുകളുടെ വില കുറഞ്ഞു. പ്രമേഹം, ഹൃദ്രോഗം തുടങ്ങി 5 വിഭാഗം മരുന്നുകൾ വില കുറച്ചവയിൽ ഉൾപ്പെടുന്നു. 5 മുതൽ 60% വരെയാണ് വില വെട്ടിക്കുറച്ചത്. കാർഡിയോവാസ്കുലർ, ക്രോണിക്, പിന്നെ എൻഡോക്രൈൻ സിസ്റ്റം, സ്കെൽറ്റൽ മസിൽ റിലാക്സൻ, ഗ്യാസ്ട്രോ, ഇങ്ങനത്തെ ഒരു 5 സിസ്റ്റത്തിന് 1400 മെഡിസിനും വില കുറവുന്നുണ്ട്. ഇത് 5 മുതൽ 60% റേറ്റ് കുറയുന്നുണ്ട്. ഇത് ഇങ്ങനെ കുറയപ്പോൾ ഈ കോമൺ പബ്ലിക് ഉണ്ടല്ലോ, അവർക്ക് വളരെ യൂസ്ഫുള്ളാണ്. എസ്പെഷ്യലി ഇൻഷുറൻസ് ആൾക്കാർ ഇല്ലാത്ത ആൾക്കാർക്ക് അത് ക്രോണിക് മെഡിസിൻസ് ലൈക്ക് ഡയബറ്റിക്, ഹൈപ്പർ ടെൻഷൻ ഇങ്ങനത്തെ മെഡിസിൻ പകുതി റേറ്റ് കുറയുന്നുണ്ട്. പ്രമേഹത്തിനുള്ള ഇൻസുലിൻ, ഗ്ലൂക്കോഫേജ്, ഗാൽവസ്മെറ്റ്, ഹൃദ്രോഗത്തിനുള്ള എക്സ്ഫോർട്ട്, ബൈപിട്രാക്സ്, ഡൈലാട്രാക്സ്, ക്രസ്റ്റർ, വേദന സംഹാരികളായ കേറ്റാഫ്ലാം, വോൾട്ടാറൻ, ഫെൽഡിൻ, സെലബ്രക്സ് എന്നീ മരുന്നുകൾ 50% വില കുറഞ്ഞവയിൽ ഉൾപ്പെടുന്നു. ഗൾഫിൽ ഏറ്റവും ഉയർന്ന മരുന്ന് വില നിലനിന്നിരുന്ന രാജ്യമാണ് ഒമാൻ. GCC തല വില ഏകീകരണത്തിന്റെ ഭാഗമായി നേരത്തെ മറ്റ് ഗൾഫ് രാജ്യങ്ങൾ മരുന്ന് വില വെട്ടിക്കുറച്ചിരുന്നു. മെഡിക്കൽ ഇൻഷുറൻസ് ഇല്ലാത്ത സാധാരണ പ്രവാസികൾക്കും നടപടി ഏറെ ആശ്വാസകരമാകും. പദ്ധതിയുടെ അടുത്ത ഘട്ടത്തിൽ കൂടുതൽ മരുന്നുകളുടെ വില കുറയ്ക്കാനാണ് മന്ത്രാലയത്തിന്റെ നീക്കം. ഷിനോ ഷംസുദ്ദീൻ, മീഡിയ 1, മസ്കത്ത്. ലോകോത്തര ഫുട്ബോൾ ടീമുകളുടെ സൗഹൃദ മത്സരത്തിന് ദുബൈയിൽ വിപുലമായ ഒരുക്കം. റയൽ മാഡ്രിഡും AC മിലാനും കളിക്കളത്തിൽ പൊരുതുമ്പോൾ 10,000-ങ്ങളാകും ദുബൈയിൽ അതിന് സാക്ഷികളാവുക. ഡിസംബർ അവസാനമാണ് മത്സരമെങ്കിലും ടിക്കറ്റുകൾ ഇപ്പോൾ തന്നെ വിറ്റു തീർന്നേക്കുമെന്നാണ് ആശങ്ക. അഫ്ഗാനിസ്ഥാനിൽ സൈനിക ബസിന് നേരെ ചാവേർ ആക്രമണം, 7 സൈനികർ കൊല്ലപ്പെട്ടു. അഫ്ഗാനിസ്ഥാനിൽ ആക്രമണത്തിൽ പ്രതിദിനം 18 പേർ കൊല്ലപ്പെടുന്നതായാണ് സർക്കാർ കണക്കുകൾ. അഫ്ഗാനിസ്ഥാൻ തലസ്ഥാന നഗരമായ കാബൂളിൽ സൈനിക വാഹനങ്ങൾ ലക്ഷ്യമാക്കിയാണ് ചാവേർ ആക്രമണം നടന്നത്. ആക്രമണത്തിൽ 7 സൈനികർ കൊല്ലപ്പെട്ടു, 15 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ബുധനാഴ്ച പുലർച്ചെ കാബൂൾ സർവകലാശാലയ്ക്ക് സമീപം നടന്ന ആക്രമണത്തിൽ 2 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. പോലീസ് സ്റ്റേഷന് സമീപത്ത് നടന്ന മറ്റൊരു ആക്രമണത്തിൽ 6 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 2014 ശേഷവും US സേനയെ അഫ്ഗാനിസ്ഥാനിൽ നിലനിർത്തുന്നതിന് പുതിയ സർക്കാർ കഴിഞ്ഞ ദിവസം കരാറുണ്ടാക്കിയിരുന്നു. ഇതിന് തൊട്ടുപിന്നാലെയാണ് ആക്രമണം. ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം താലിബാൻ ഏറ്റെടുത്തതായി AFP റിപ്പോർട്ട് ചെയ്തു. അഫ്ഗാനിസ്ഥാനിൽ ഈ വർഷം ആക്രമണത്തിൽ പ്രതിദിനം 18 പേർ കൊല്ലപ്പെട്ടതായി അധികൃതർ പറയുന്നു. ന്യൂസ് ഡെസ്ക്, മീഡിയ 1. ഖത്തർ മതകാര്യ വകുപ്പിന്റെ അനുമതി പ്രകാരം വിവിധ ഈദ്ഗാഹുകളിൽ ബലിപ്പെരുന്നാൾ ഖുതുബയുടെ മലയാള പരിഭാഷ സംഘടിപ്പിക്കുന്നു. ദോഹ അൽ അറബി സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഈദ്ഗാഹിൽ യുവ പണ്ഡിതനും പ്രഭാഷകനുമായ മുജീബ് റഹ്മാൻ പേരാമ്പ്രയാണ് ഖുതുബ പരിഭാഷ നിർവഹിക്കുക. അൽ വക്ര സ്പോർട്സ് ക്ലബ്ബിൽ നടക്കുന്ന ഈദ്ഗാഹിൽ സക്കീർ ഹുസൈൻ ഇടത്തല, മദീന ഖലീഫ ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നടക്കുന്ന ഈദ്ഗാഹിൽ മുഹമ്മദ് സാക്കിർ നദ്വി എന്നിവരും പരിഭാഷകരായെത്തും. മീസായിദ് ഈദ്ഗാഹിൽ മുഹമ്മദ് ഹസൻ, അൽഖോർ ലുലു ഷോപ്പിംഗ് കോംപ്ലക്സിന് എതിർവശത്തുള്ള ഈദ്ഗാഹിൽ യാസർ അറഫാത്ത് എന്നിവരും ഖത്തറിൽ പെരുന്നാൾ ഖുതുബയുടെ പരിഭാഷ നിർവഹിക്കും. എല്ലാ ഈദ്ഗാഹുകളിലും സ്ത്രീകൾക്ക് പ്രത്യേക സൗകര്യമുണ്ടായിരിക്കും. ബലിപ്പെരുന്നാൾ പ്രമാണിച്ച് ഖത്തറിലെ സർക്കാർ സ്ഥാപനങ്ങൾക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കുമുള്ള അവധി ഒക്ടോബർ 5 ഞായറാഴ്ച മുതൽ ആരംഭിക്കുമെന്ന് അമീരി ദിവാനി പ്രഖ്യാപിച്ചു. ഒക്ടോബർ 9 വ്യാഴാഴ്ച വരെ അവധി തുടരും. വാരാന്ത്യ അവധി ദിനങ്ങളും കഴിഞ്ഞ് ഒക്ടോബർ 5 ഞായറാഴ്ചയാണ് ജീവനക്കാർ ജോലിക്ക് ഹാജരാവേണ്ടതെന്നും അമീരി ദിവാനി അറിയിച്ചു.
വാരാന്ത്യ അവധി ദിനങ്ങളടക്കം ഒരാഴ്ചയാണ് ഇത്തവണ ഖത്തറിലെ പെരുന്നാൾ അവധിക്കാലം. അതേസമയം സ്വകാര്യ സ്ഥാപനങ്ങൾ പലതും 3 മുതൽ 4 വരെ ദിവസങ്ങളാണ് അവധി നൽകുന്നത്. 2022 ഖത്തറിൽ നടക്കുന്ന ഫിഫ ലോകകപ്പിനായുള്ള ഒരു സ്റ്റേഡിയത്തിന്റെ കൂടി പ്രവർത്തികൾ ഉടൻ ആരംഭിക്കുമെന്ന് സുപ്രീം കമ്മിറ്റി ഫോർ ഡെലിവറി ആൻഡ് ലെഗസി അറിയിച്ചു. റയ്യാൻ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണ പ്രവർത്തികളാണ് തുടങ്ങാനിരിക്കുന്നത്. 43,000 കാണികൾക്ക് ഇരിക്കാനുള്ള സൗകര്യത്തോടെ പുതുക്കിപ്പണിയുന്ന റയ്യാൻ സ്റ്റേഡിയത്തിന്റെ പണി 2019 പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ വർഷം അവസാനത്തോടെ സ്റ്റേഡിയത്തിന്റെ പൂർണ്ണ രൂപരേഖ തയ്യാറാക്കും. അതിന്റെ മുന്നൊരുക്ക പ്രവൃത്തികളാണ് ഇപ്പോൾ ആരംഭിക്കാനിരിക്കുന്നത്. റയ്യാൻ സ്റ്റേഡിയം രാജ്യത്തിന്റെ കായിക ഭൂപടത്തിലെ ഒരു സുപ്രധാന കേന്ദ്രമായിരിക്കുമെന്ന് ഖത്തർ സ്പോർട്സ് യുവജനകാര്യമന്ത്രി സലാ ബിൻ ഖാനിം അൽ അലി പറഞ്ഞു. ഇതോടെ 2022 ലോകകപ്പിനായി പ്രവൃത്തി നടക്കുന്ന സ്റ്റേഡിയങ്ങളുടെ എണ്ണം 5ആയി. അൽവക്ര സ്റ്റേഡിയം, ഖലീഫ സ്റ്റേഡിയം, അൽഖോർ സ്റ്റേഡിയം, ഖത്തർ ഫൗണ്ടേഷൻ സ്റ്റേഡിയം എന്നിവയാണ് പണി നടക്കുന്ന മറ്റു സ്റ്റേഡിയങ്ങൾ. മൊത്തം 12 സ്റ്റേഡിയങ്ങളാണ് 2022 ലോകകപ്പിനായി ഖത്തർ സജ്ജീകരിക്കുന്നത്. ബാക്കിയുള്ള സ്റ്റേഡിയങ്ങളുടെ നിർമ്മാണ പ്രവൃത്തികളും അധികം താമസിയാതെ ആരംഭിക്കും. 2022 ലോകകപ്പിനായി ഖത്തർ തയ്യാറെടുക്കുന്നതിന്റെ വേഗതയാണ് സ്റ്റേഡിയങ്ങളുടെ നിർമ്മാണം സൂചിപ്പിക്കുന്നത്. മുജീബ് റഹ്മാൻ, മീഡിയ 1, ദോഹ. ഭീകരതയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ ബഹ്റൈൻ മാനവികതയുടെ പക്ഷത്ത് ഉറച്ചു നിൽക്കുമെന്ന് ഇൻഫർമേഷൻ കാര്യവകുപ്പ് മന്ത്രിയും സർക്കാർ ഔദ്യോഗിക വക്താവുമായ സമീറ ഇബ്രാഹിം ബിൻത് റജബ് വ്യക്തമാക്കി. പ്രാദേശിക അന്തർദേശീയ തലങ്ങളിൽ ഭീകരതയെ ഒരുമിച്ച് നിന്ന് ചെറുക്കണമെന്നാണ് ഈ വിഷയത്തിൽ ബഹ്റൈന്റെ നിലപാടെന്നും മന്ത്രി പറഞ്ഞു. ഭീകരതയ്ക്കെതിരെ ബഹ്റൈന്റെ നിലപാട് പ്രഖ്യാപിതമാണെന്നും തീവ്രവാദ വിധ്വംസക സംഘടനകളിൽ രാജ്യത്തെ യുവാക്കൾ അംഗങ്ങളാകുന്നത് തടയുവാനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുമെന്നും ഇൻഫർമേഷൻ കാര്യവകുപ്പ് മന്ത്രിയും സർക്കാർ ഔദ്യോഗിക വക്താവുമായ സമീറ ഇബ്രാഹിം ബിൻത് റജബ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മതത്തിന്റെ മറപിടിച്ച് രാജ്യത്ത് സമാധാനം തകർക്കുവാനുള്ള ശ്രമങ്ങളെക്കുറിച്ച് ഭരണകൂടം ജാഗ്രത പുലർത്തും. രാജ്യത്ത് നവംബർ 22 നടക്കുമെന്ന് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള പാർലമെന്റ് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പുകൾ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുമെന്നും സുതാര്യതയും പൗരാവകാശങ്ങളും തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഉറപ്പുവരുത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി. രാജ്യത്ത് ജനാധിപത്യ പരിഷ്കരണങ്ങൾക്ക് കരുത്തുപകരുന്ന തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ സമ്പൂർണ്ണ വിജയത്തിന് സമൂഹത്തിൽ ബോധവൽക്കരണം ആവശ്യമാണെന്നും ഇതിനായി മാധ്യമപ്രവർത്തകർ തങ്ങളുടെ ക്രിയാത്മക പങ്ക് നിർവഹിക്കണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. മീഡിയ 1, ബഹ്റൈൻ. ബഹ്റൈനിൽ ഇന്ത്യൻ യൂത്ത് കൾച്ചറൽ കോൺഗ്രസ് ഗാന്ധി ജയന്തി ദിനത്തിൽ മഹാത്മാഗാന്ധി അനുസ്മരണവും സർവ്വമത പ്രാർത്ഥനയും സംഘടിപ്പിക്കും. ഒക്ടോബർ 2 വൈകുന്നേരം 7 മണിക്ക് സിൻജിലെ ഇന്ദിരാനഗറിൽ വെച്ചാണ് പരിപാടി. ബഹ്റൈനിലെ കോൺഗ്രസ് നേതാക്കളും സാമൂഹ്യ പ്രവർത്തകരും പങ്കെടുക്കും. ഈദ് ആഘോഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഖത്തറിലെ ഭക്ഷണശാലകളിൽ പരിശോധന ശക്തമാക്കാൻ മുനിസിപ്പൽ അധികൃതർ തീരുമാനിച്ചു. ഇതിനായി 100ഓളം മുനിസിപ്പൽ ഇൻസ്പെക്ടർമാരെയാണ് നിയമിച്ചത്. ഭക്ഷണ സാധനങ്ങൾ വിതരണം ചെയ്യുന്ന ഷോപ്പുകളിലും മാളുകളിലും നിയമം കൃത്യമായി പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നതിനാണ് വ്യാപകമായ പരിശോധനകൾ നടത്തുന്നത്. ബലിപെരുന്നാളിന് മുമ്പായി തന്നെ പരിശോധനകൾ നടത്തുമെന്ന് മുനിസിപ്പൽ അധികൃതർ അറിയിച്ചു. ഇതിനായി 90 ഉദ്യോഗസ്ഥർക്കാണ് ചുമതല നൽകിയിരിക്കുന്നത്. ഭക്ഷണ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലത്തും പാകം ചെയ്യുന്നിടത്തും അറവുശാലകളിലും പരിശോധനകൾ നടക്കും. അറവുശാലകളിലെ പരിശോധനയ്ക്കായി 29 വെറ്റിനറി ഡോക്ടർമാരെയും നിയമിച്ചിട്ടുണ്ട്. ബലിപെരുന്നാളിനോടനുബന്ധിച്ച് രാജ്യത്ത് ഉപയോഗിക്കുന്ന മാംസവും മറ്റു ഭക്ഷ്യവസ്തുക്കളും നിലവാരമുള്ളതാണെന്ന് ഉറപ്പുവരുത്താനാണ് അടിയന്തര പരിശോധന. റമദാൻ, ഈദുൽ ഫിത്തർ, ഈദുൽ അദ്ഹ തുടങ്ങിയ ആഘോഷവേളകളിൽ സാധാരണ നടന്നുവരാറുള്ള പരിശോധനകളുടെ ഭാഗമാണ് ഇപ്പോഴത്തെ നടപടിയെന്നും ദോഹ മുനിസിപ്പാലിറ്റി അധികൃതർ അറിയിച്ചു. മുജീബ് റഹ്മാൻ, മീഡിയ 1, ദോഹ. അന്തർദേശീയ തലത്തിൽ അറിയപ്പെടുന്ന പ്രതിരോധ സ്ഥാപനങ്ങളും വ്യക്തികളും പങ്കെടുക്കുന്ന പ്രതിരോധ എക്സിബിഷൻ ഖത്തറിൽ നടക്കും. മിലിപോൾ എന്ന പേരിൽ ഒക്ടോബർ 20 മുതൽ 22 വരെ ഖത്തർ നാഷണൽ കൺവെൻഷൻ സെന്ററിലാണ് പ്രദർശനം നടക്കുക. നിഥാഖാത്തിന്റെ ഭാഗമായി സൗദി തൊഴിൽ മന്ത്രാലയം 6,85,500 പേരെ നാടുകടത്തിയതായി ആഭ്യന്തര മന്ത്രാലയം. സ്വദേശിവൽക്കരണം ഊർജിതമാകുന്നതിന്റെ ഭാഗമായി പ്രഖ്യാപിച്ച ഇളവ് കാലത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് അനധികൃത തൊഴിലാളികളെ പിടികൂടിയത്. 12,871 പേർ യാത്രാസൗകര്യം ഏർപ്പെടുത്താത്തതിനാൽ അഭയകേന്ദ്രങ്ങളിൽ കഴിയുന്നുണ്ട്. തൊഴിൽ നിയമലംഘനം, ഇക്കാമ നിയമലംഘനം എന്നീ കുറ്റങ്ങൾക്ക് പിടിക്കപ്പെട്ട 7 ലക്ഷത്തോളം പേരെയാണ് നടപടികൾ പൂർത്തീകരിച്ച് നാടുകടത്തിയത്. ജെയ്ടെക്സ് മേളയിലേക്ക് സന്ദർശക പ്രവാഹം. ആകർഷകമായ നിരക്കിൽ ഉൽപ്പന്നങ്ങൾ ലഭ്യമാകുന്നതിനാൽ എല്ലാ വൻകിട കമ്പനികൾക്കും നല്ല പ്രതികരണമാണ് ലഭിച്ചു വരുന്നത്. മൊബൈൽ ഫോണും അനുബന്ധ ഉപകരണങ്ങൾക്കുമാണ് മേളയിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡ്. ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾക്കും അടുക്കള ഉപകരണങ്ങൾക്കും ആവശ്യക്കാർ ഏറെയാണ്. വേൾഡ് ട്രേഡ് സെന്ററിൽ നടക്കുന്ന മേളയിലേക്ക് കൂടുതൽ പേർക്ക് എത്തിച്ചേരാനായി വെള്ളിയാഴ്ച രാവിലെ 10 മുതൽ ദുബായ് മെട്രോ പ്രവർത്തന സജ്ജമായിരിക്കുമെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു.
തനിമ ജിദ്ദ നോർത്ത് സോണിന് കീഴിൽ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾക്കായി പഠന ശിബിരം സംഘടിപ്പിച്ചു. ആശയവിനിമയം സന്തുഷ്ട ജീവിതത്തിന്റെ താക്കോൽ എന്ന വിഷയത്തിൽ പ്രമുഖ പരിശീലകനും എയർമാർ കമ്പനി സീനിയർ മാനേജറുമായ എഞ്ചിനീയർ ഷഹദാദ് അബ്ദുറഹ്മാൻ ക്ലാസ് എടുത്തു. തനിമ നോർത്ത് സോൺ പ്രസിഡന്റ് അബ്ദുൽ ഷുക്കൂർ അലി അധ്യക്ഷത വഹിച്ചു. CK മുഹമ്മദ്, സമീർ മാഞ്ഞാലി എന്നിവർ സംസാരിച്ചു. മനോഹരമായ കളിമൺ പാത്രങ്ങൾ നിർമ്മിക്കുന്ന പണിശാലകൾ കൊണ്ട് ശ്രദ്ധേയമാവുകയാണ് ബഹ്റൈനിലെ ആലി ഗ്രാമം. റഫ പ്രദേശത്തിന്റെ വടക്ക് സ്ഥിതി ചെയ്യുന്ന ഈ കൊച്ചു ഗ്രാമം 4000-ഓളം വർഷം പഴക്കമുള്ള കുടീരങ്ങൾ കൊണ്ട് ചരിത്ര പ്രാധാന്യം കൈവന്ന സ്ഥലം കൂടിയാണ്. ആധുനികതയുടെ പ്രഭാവത്തിനിടയിലും പാരമ്പര്യമായി കിട്ടിയ പാത്രനിർമ്മാണ കലയെ തനിമയോടെ സൂക്ഷിക്കുന്ന പ്രദേശമാണ് ബഹ്റൈനിലെ ആലി ഗ്രാമം. ഈ ഗ്രാമത്തിലെ 7ഓളം കുടുംബങ്ങളും അവരിലെ അംഗങ്ങളുമാണ് കളിമൺ പാത്രങ്ങൾ നിർമ്മിക്കുകയും വിൽക്കുകയും ചെയ്യുന്നത്. വിവിധ തരത്തിലുള്ള പാത്രങ്ങൾക്കൊപ്പം ഇവിടെ രൂപപ്പെടുത്തുന്ന കൗതുക വസ്തുക്കൾക്കും രാജ്യത്തും മറ്റ് GCC രാജ്യങ്ങളിലും ആവശ്യക്കാരുണ്ട്. പഴയകാലം മുതൽ ഉപയോഗത്തിലുള്ള അടുപ്പും ചൂളയും നിർമ്മാണ വസ്തുക്കളുമാണ് ഈ കളിമൺശാലകളിൽ ഉപയോഗിക്കുന്നത്. ബഹ്റൈനിലെ താഴ്വാരങ്ങളിൽ നിന്നുള്ള മണ്ണ് നിർമ്മാണത്തിനുള്ള അസംസ്കൃത വസ്തുവായി ഉപയോഗിക്കുന്നു. ഇവിടെ നിർമ്മിക്കുന്ന വിവിധ തരത്തിലുള്ള അലങ്കാര രൂപങ്ങളും പാത്രങ്ങൾക്കൊപ്പം വിപണിയിലെത്തുന്നു. പൈതൃകമായി കിട്ടിയ പാത്രനിർമ്മാണ കല കൈമോശം വരാതെ സൂക്ഷിക്കുന്ന ഈ ഗ്രാമവാസികളെ കാണാൻ നിരവധി സന്ദർശകരും ഇവിടെ എത്തുന്നു. മീഡിയ 1 ബഹ്റൈൻ. ഗസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ പരിക്കേറ്റ 3 സിംഹങ്ങളെ കൂടി വിദഗ്ധ ചികിത്സയ്ക്കായി ജോർദാനിലേക്ക് അയച്ചു. ഇസ്രായേൽ ആക്രമണങ്ങളിൽ ആകെ 86 മൃഗങ്ങളാണ് ഗസയിൽ കൊല്ലപ്പെട്ടത്. ഓസ്ട്രിയൻ മൃഗസംരക്ഷണ സംഘടനയായ ഫോർപൗസ് ആണ് ഇവരുടെ ചികിത്സാ ചുമതല ഏറ്റെടുത്തിരിക്കുന്നത്. 50 ദിവസം നീണ്ടുനിന്ന ഇസ്രായേൽ ആക്രമണം ഗസയിലെ ബെയ്ത്ത്ലാഹിയയിലെ അൽ ബിസാൻ സിറ്റി പാർക്കിനെ പൂർണ്ണമായും തകർത്തു. കുരങ്ങുകൾ, മയിൽ, മാൻ, സിംഹം, അവയുടെ കുട്ടികൾ, കുറുക്കൻ തുടങ്ങി 86 മൃഗങ്ങളാണ് വ്യോമാക്രമണത്തിലും ബോംബാക്രമണങ്ങളിലുമായി കൊല്ലപ്പെട്ടത്. ബാക്കിയായത് 28 എണ്ണവും. ഭാഗികമായി തകർന്ന കൂടുകളിൽ മൃഗങ്ങളെ പാർപ്പിക്കുന്നത് ഭീഷണിയാകുമെന്ന് ഫോർപൗസിലെ ഡോക്ടർ ആമിർ ഖാലിൽ പറയുന്നു. 86 حيوان توفوا في حديقة الحيوان في غزة وباقي حوالي 28 حيوان هم بيعتبروا على زي النعام موجود وزي الكروكودايل أو التمساح. വിദഗ്ധ ചികിത്സയ്ക്ക് ശേഷം ഇവരെ ജോർദാനിൽ നിന്ന് ഗസയിലേക്ക് തിരികെ എത്തിക്കാൻ തന്നെയാണ് അധികൃതരുടെ തീരുമാനം. എന്നാൽ അതിനു മുൻപ് മൃഗശാല പൂർവ്വസ്ഥിതിയിലാവുകയും വേണം. മൃഗശാലയുടെ പുനർനിർമ്മാണത്തിന് അടിയന്തര ദുരിതാശ്വാസ പദ്ധതിക്കും ഫോർപൗസിന്റെ നേതൃത്വത്തിൽ തുടക്കമായി. ന്യൂസ് ഡെസ്ക് മീഡിയ 1. ഇന്ത്യൻ അസോസിയേഷൻ ഷാർജ സംഘടിപ്പിക്കുന്ന പെരുന്നാൾ ആഘോഷങ്ങൾ 2ാം പെരുന്നാളിന് നടക്കുമെന്ന് പ്രസിഡന്റ് K ബാലകൃഷ്ണൻ പറഞ്ഞു. പ്രത്യേക ഈദ് പരിപാടികൾ അരങ്ങേറും. പ്രസിഡന്റ് K ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിക്കും. ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് YA റഹീം, ട്രഷറർ ബിജു സോമൻ എന്നിവർ സംസാരിക്കും. ബലിപ്പെരുന്നാളിന് ദുബായ് മെട്രോയുടെ സേവനം ദീർഘിപ്പിക്കുമെന്ന് RTA അറിയിച്ചു. വ്യാഴം, ശനി, ഞായർ ദിവസങ്ങളിൽ വെളുപ്പിന് 5:30 മുതൽ രാത്രി 2 വരെ മെട്രോ സർവീസ് ഉണ്ടായിരിക്കും. വെള്ളിയാഴ്ച ദിവസം പതിവിൽ നിന്ന് വ്യത്യസ്തമായി രാവിലെ 10 മുതൽ രാത്രി 2 വരെ സർവീസ് തുടരും. ഒക്ടോബർ 6-7 തീയതികളിൽ രാവിലെ 5:30 മുതൽ രാത്രി 1 മണി വരെയായിരിക്കും സർവീസ്. പെരുന്നാൾ മുൻനിർത്തി നഗരത്തിന്റെ എല്ലാ ഭാഗത്തേക്കുമുള്ള ബസ് സർവീസുകളും വിപുലീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കുവൈത്തിലെ പ്രമുഖ ഹൈപ്പർ മാർക്കറ്റ് ശൃംഖലയായ ലുലു ഉപഭോക്താക്കൾക്കായി സമ്മാന പദ്ധതികൾ ഒരുക്കുന്നു. 3 കാറുകൾ ഉൾപ്പെടെ വൈവിധ്യമേറിയ സമ്മാനങ്ങൾ ലഭിക്കാനുള്ള അവസരമാണ് ഒരുക്കിയിരിക്കുന്നത്. ഡ്രീം ഇറ്റ് ഡ്രൈവ് ഇറ്റ് എന്ന പദ്ധതിയിലൂടെ 3 ഷെവർലെ ട്രയൽ ബ്ലേസേഴ്സ് കാറുകൾക്കൊപ്പം 60 പേർക്ക് 50 ദിനാറിന്റെ സമ്മാന കൂപ്പണുകളും ലഭിക്കും. സെപ്റ്റംബർ 25 മുതൽ നവംബർ 29 വരെ നടക്കുന്ന സമ്മാന പദ്ധതിയിലൂടെ നറുക്കെടുപ്പിലൂടെയുമാണ് സമ്മാനങ്ങൾ പ്രഖ്യാപിക്കുക. ലുലുവിൽ നിന്ന് 5 ദിനാറിനോ അതിനു മുകളിലോ സമ്മാനങ്ങൾ വാങ്ങുന്നവർക്ക് നറുക്കെടുപ്പിനുള്ള കൂപ്പണുകൾ ലഭിക്കും. ലുലുവിന്റെ എല്ലാ ശാഖകളിലും കൂപ്പൺ ലഭ്യമാണ്. ദുബായ് മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ ഒക്ടോബർ 21 മുതൽ 3 ദിവസം നീളുന്ന ക്ലീനിംഗ് എക്സ്പോ സംഘടിപ്പിക്കുന്നു. ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററായിരിക്കും ക്ലീനിംഗ് എക്സ്പോയ്ക്ക് വേദിയാവുകയെന്ന് മുനിസിപ്പാലിറ്റി അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വിവിധ രാജ്യങ്ങളിൽ നിന്നായി 120-ലധികം സ്ഥാപനങ്ങൾ പങ്കെടുക്കും. 4000-ഓളം പ്രതിനിധികളെയും ക്ലീനിംഗ് എക്സ്പോയിൽ പ്രതീക്ഷിക്കുന്നതായി അധികൃതർ അറിയിച്ചു. ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ഷാർജയുടെ ആഭിമുഖ്യത്തിൽ വിജയദശമി നാളിൽ കുരുന്നുകൾക്ക് വിദ്യാരംഭം കുറിക്കാൻ സൗകര്യമൊരുക്കിയതായി പ്രസിഡന്റ് ഡോക്ടർ K ബാലകൃഷ്ണൻ പറഞ്ഞു. 3 രാവിലെ 5 മുതലാണ് വിദ്യാരംഭത്തിന് തുടക്കമാവുക. താൽപ്പര്യമുള്ള രക്ഷാകർത്താക്കൾ മുൻകൂട്ടി പേര് ചേർക്കേണ്ടതാണ്. കൂടുതൽ മസ്കത്തിൽ ബാലഭാരതിയുടെ ആഭിമുഖ്യത്തിൽ ഈ മാസം 3-ന് കുട്ടികളെ എഴുത്തിനിരുത്താൻ സൗകര്യമൊരുക്കും. ദാർസെസയിലെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പുലർച്ചെ 5 മുതൽ 7 വരെയാണ് ചടങ്ങ് നടക്കുക. വിവിധ ഭാഷകളിൽ ഗുരുക്കന്മാരുടെ സേവനങ്ങളുണ്ടാകുമെന്ന് സംഘാടകർ അറിയിച്ചു. ന്യൂസ് മിഡിൽ ഈസ്റ്റ് പൂർണ്ണമാകുന്നു. ശുഭരാത്രി.